യുക്തിവാദിയുടെ മുഴ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്ന ഗണനീയമായ പങ്കുവഹിച്ച ആദ്യകാല നേതാക്കളിൽ ഒരാൾക്കുണ്ടായ അനുഭവകഥയാണിത്. ഗുരുവായൂർ സത്യാഗ്രഹ ക്യാമ്പിൽ കേളപ്പജിയോടൊപ്പം പ്രവർത്തിക്കുകയും സനാതന മതത്തിൻ്റെ സംരക്ഷകനായി ചമഞ്ഞിരുന്ന സവർണരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായി പരിക്കുപറ്റുകയും ചെയ്ത ഈ നേതാവ് അന്നേ ഉറച്ച യുക്തിവാദിയായിരുന്നു. വിഗ്രഹങ്ങളുടെ അരികിൽ പോയി നിന്ന് കുമ്പിട്ടുകൊണ്ട് എന്തെങ്കിലും നിവേദ്യങ്ങൾ നടത്തിയാൽ കാര്യം നേടാമെന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിലുപരി എന്തെങ്കിലും കാര്യങ്ങൾ ദൈവങ്ങളെ കൊണ്ട് സാധിക്കാമെന്ന വാദഗതിയുമായി വിയോജിപ്പിലുമായിരുന്നു. കാര്യകാരണങ്ങളെ യുക്തിയധിഷ്ഠിതമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയും മനുഷ്യൻ്റെ എല്ലാവിധ പാരതന്ത്ര്യങ്ങൾക്കുമെതിരായി സംഘടിത ശക്തിയോടെ നിരന്തരം പോരാടി എല്ലാം നേടിയെടുക്കുകയും ചെയ്യണമെന്ന് വിശ്വാസക്കാരനായിരുന്നു നമ്മുടെ നേതാവ്. നേതാവിൻ്റെ വിശാലമായ നെറ്റിയുടെ ഇടതേ മൂലയിൽ ഒരു ചെറിയ മുഴ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ലാത്തിയുടെ തല്ലേറ്റ ചെറുവടുവാണെന്നാണ് ആദ്യം കരുതിയത്. ചില നാടൻ ചികിത്സകളും ഉഴിച്ചിലുകാരനെ കൊണ്ട് തിരുമ്മലും നടത്തി നോക്കിയെങ്കിലും നെറ്റിയുടെ മുഴ ഭേദപ്പെട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വലിപ്പം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദിവസം ചെല്ലുന്തോറും നെറ്റിയിലെ മുഴ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നൽ യുക്തിവാദിയായ നേതാവിൻ്റെ മനസ്സിനെ അലട്ടിത്തുടങ്ങി. ഒടുവിൽ കോഴിക്കോടുള്ള ഒരു സിവിൽ സർജനെ കാണിച്ചു. ഈ സിവിൽ സർജൻ ഓപ്പറേഷൻ കേസുകളെ അതിസമർത്ഥനാണെന്ന പേര് സമ്പാദിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഡോക്ടർ ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് മുഴ നിശേഷം നീക്കം ചെയ്യാമെന്ന് ഏറ്റുപറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഒരു സംശയം പ്രകടിപ്പിക്കായിരുന്നില്ല. നെറ്റിയുടെ മുഴയാണ്. കാപാല അസ്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇടത്തെ ഭാഗത്താണ് മുഴ. അതുകൊണ്ട് ഓപ്പറേഷൻ മൈനർ ആണെങ്കിലും ഒരാഴ്ച ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. ബ്രെയിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ചിലപ്പോൾ 2 ആഴ്ചയായിരുന്നു വരാം. ഡോക്ടറുടെ വാക്കുകളിൽ സംശയം നിലയ്ക്കുന്നതായ യുക്തിവാദിക്ക് തോന്നാതിരുന്നില്ല. നേതാവ് തൻ്റെ അമ്മയോട് നെറ്റിയിലെ മുഴ ഡോക്ടറെ കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന വിവരം ധരിപ്പിച്ചു. നേതാവിൻ്റെ അമ്മ 70 വയസ്സിലധികം പ്രായമുള്ളവരാണ്. അവർക്ക് ഗുരുവായൂരപ്പനിൽ പരിപൂർണ വിശ്വാസമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ നേതാവിന് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ് ചോറ് കൊടുത്തത്. അന്ന് തന്നെ കുട്ടിക്ക് വേണ്ടി അടിമപ്പണം ഭണ്ഡാരത്തിലിട്ട് അടിമ കിടത്തിയതുമാണ്. ആറ്റുനോറ്റുണ്ടായിരുന്ന ഏക മകൻ തൻ്റെ കാലത്ത് നിരീശ്വരവാദിയാവുന്ന ആ വൃത്തിയായ അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമ്മ മകനെ ഉപദേശിച്ചു. മോനെ, നെറ്റി കീറിപ്പൊളിച്ച് അഭംഗിയാക്കരുത്. ഇപ്പോൾ നിന്റെ നെറ്റിയിൽ ചെറിയൊരു മുഴ മാത്രമേ ഉള്ളൂ. വളരെ അടുത്ത് നിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ എൻ്റെ മോൻ്റെ നെറ്റിയിലെ മുഴ കാണുകയുള്ളൂ. അതത്ര വലിയ അഭംഗി നിന്റെ മുഖത്തിന് ഉണ്ടാക്കുമെന്ന വിശ്വാസം എനിക്കില്ല. നീ ഒരു കാര്യം ചെയ്യും. ഗുരുവായൂരപ്പന് ഒരു മുഴ എടുത്തു വെച്ച് 41 ദിവസം ഭജിക്കാമെന്ന് നേർന്നാൽ മതി. ഒരു മണ്ഡലകാലത്തെ ഭജനം കൊണ്ട് ഭക്തവത്സനായ ഗുരുവായൂരപ്പൻ നിന്റെ മുഴ മാറ്റിത്തരും. നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പായി എൻ്റെ ചങ്കിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ മാറ്റിത്തന്നത് ആശ്രിതവത്സനായ ഗുരുവായൂരപ്പനാണ്. അച്ഛനും എനിക്ക് വേണ്ടി ഒരു വെള്ളിമുഴ എടുത്തു വെച്ചു. ഞാൻ തൃപ്പടിയിൽ വെച്ചത് 3 പണത്തൂക്കത്തിൻ്റെ സ്വർണ്ണമുഴയാണ്. നിനക്ക് വിശ്വാസം വരികയില്ലെങ്കിൽ വേണ്ട. എനിക്ക് ഭഗവാനെ പരിപൂർണ വിശ്വാസമാണ്. ഞാൻ അനുഭവസ്ഥയുമാണ്. അതുകൊണ്ട് എൻ്റെ മകൻ ഡോക്ടറെ കൊണ്ട് നെറ്റി കയറി മുറിക്കുന്നതിന് പകരം ആ ഭഗവത്പാദ വിന്ദാരങ്ങളെ ആശ്രയിച്ചാൽ മതി. ഒക്കെ അദ്ദേഹം മാറ്റിത്തരും. എൻ്റെ മകൻ ഇക്കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട. ഭഗവാന്റെ കളി വിളയാട്ടങ്ങളെപ്പറ്റി നിനക്കറിവില്ലാത്തത് കൊണ്ടാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അമ്മയുടെ ഉപദേശവും അവരുടെ പറച്ചിലും കേട്ടപ്പോൾ മകൻ്റെ മുന്നിൽ ഒരു ഹാസ്യച്ചിരി പൊട്ടി വിടരുകയാണ് ഉണ്ടായത്. നീ എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? വൃദ്ധയായ ആ മാതാവ് ഉത്കണ്ഠാപൂർവം മകനോട് ചോദിച്ചു. അമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ കേവലം ചില അന്ധവിശ്വാസങ്ങളാണമ്മേ. ഡോക്ടറെ കൊണ്ട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇനിമേലിൽ നമ്മുടെ നാട്ടിൽ ആശുപത്രികളോ ഡോക്ടർമാരോ ആവശ്യമില്ലല്ലോ. മകൻ്റെ വാദഗതിയോട് അമ്മയ്ക്ക് യോജിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. ഡോക്ടർമാർ കൈയൊഴിഞ്ഞെന്നും
നിരവധി രോഗികളെ ഗുരുവായൂരപ്പൻ കാത്തുരക്ഷിച്ചതിന് ഒട്ടേറെ തെളിവുകളുണ്ട്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം മാറിയ ആ പ്രസിദ്ധ കഥ നീയും കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? 100 സംഭവങ്ങൾ ഞാനങ്ങനെ എൻ്റെ ഈ പ്രായത്തിൽ കേട്ടിട്ടുണ്ട്. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ട കഥകൾ. നീ ഗുരുവായൂരപ്പൻ്റെ ശക്തിവിശേഷത്തെക്കുറിച്ച് നിന്ദാപൂർവം കാണരുത് മകന്. അവിടം തൊട്ട് കളിച്ചവർക്കെല്ലാം കനത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹൃദയം നൊന്തു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. നീ എന്തൊക്കെ യുക്തിവാചാരങ്ങൾ കൊണ്ട് എന്നെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസം ഒരു കാലത്തും കൈവിടുകയില്ല. ഗുരുവായൂർ സത്യാഗ്രഹ ക്യാമ്പിൽ പട്ടിണി കിടക്കാൻ പോയ നിന്നെ കാത്തു രക്ഷിക്കണമെന്ന് ഞാനിവിടെ ഇരുന്ന് ഭഗവാനോട് താഴ്ന്ന് അപേക്ഷിച്ചിട്ടുള്ളവളാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്, എൻ്റെ ഉള്ളുരുകിയ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടുമാണ് നീ അവിടെ കിടന്ന് ചാകാതിരുന്നത്. നിനക്ക് ഇന്ന് കാണുന്ന മുഴുവൻ പ്രശസ്തിക്കും ഹേതുഭൂതൻ ആ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വൃദ്ധയായ അമ്മ ആവേശഭരിതയെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. അമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോൾ മകൻ അല്പനേരത്തേക്ക് നിശബ്ദനായി. പിന്നീടധികം തർക്കിക്കാൻ നിന്നില്ല. അമ്മ വിഷമിക്കേണ്ട. 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഡോക്ടർക്ക് മാറ്റാൻ പറ്റാത്ത രോഗമാണെങ്കിൽ ഞാൻ തീർച്ചയായും അമ്മ പറഞ്ഞതുപോലെ 41 ദിവസം ഭജന ഇരുന്ന് ഒരു മുഴ വെച്ച് തൊഴുതുകൊള്ളാം. തൽക്കാലം ഡോക്ടറെ തന്നെയാണ് ഞാൻ സമീപിക്കുന്നത്, ഗുരുവായൂരപ്പനെയല്ല. മനോബലമുള്ള മകൻ്റെ പിടിവാശിക്ക് മുന്നിൽ ആ വാത്സല്യയായ അമ്മയ്ക്ക് തൽക്കാലം തോറ്റുകൊടുക്കേണ്ടി വന്നു. ഡോക്ടറെ കൊണ്ട് നെറ്റിയിലെ മുഴ ശസ്ത്രക്രിയ ചെയ്യിപ്പിച്ച് ഒരാഴ്ചയ്ക്ക് പകരം 2 ആഴ്ച ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. മാത്രമല്ല 2 മാസം പരിപൂർണ വിശ്രമം എടുക്കാനും ഡോക്ടർ ഉപദേശിക്കാതിരുന്നില്ല. ശസ്ത്രക്രിയ വിജയകരമായി എന്നായിരുന്നു ഡോക്ടറും രോഗിയും ഒരുപോലെ ധരിച്ചിരുന്നത്. അതായത് നെറ്റിയിലെ മുഴ മിക്കവാറും ഛേദിച്ച് കളഞ്ഞ സ്ഥിതിക്ക് വീണ്ടും മുഴ പ്രത്യക്ഷപ്പെടുമെന്ന് കരുതിയതല്ല. പക്ഷേ നെറ്റിയിലെ ഞരമ്പുകളോടൊത്തുള്ള മുഴയുടെ വേരുകൾ ആ ശേഷം കുറ്റിയേറ്റു പോയിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം വിശ്രമിച്ചിട്ടും നെറ്റിയിലെ മുഴ അതേപടി തന്നെ അവിടെ നിലനിൽക്കുകയാണെന്ന് ബോധ്യപ്പെട്ട നേതാവ് അവസാനം ഗത്യന്തരമില്ലാതെ തൻ്റെ അമ്മ പറഞ്ഞ വഴികളിലൂടെ നീങ്ങാൻ തീരുമാനിച്ചു. അമ്മയും മകനും കൂടി ക്ഷേത്രത്തിനടുത്തുള്ള ദേവസ്വം വക പുത്തൻ മഠം വാടകയ്ക്കെടുത്ത് ഒരു മണ്ഡലകാലം മുഴുവനും ഭജനമിരുന്നു. എന്നും നിർമാല്യം തൊഴുത് വാകച്ചാർത്ത് പതിവായി സേവിക്കാൻ തുടങ്ങി. ഭഗവാന്റെ വിഗ്രഹത്തിലാടിയ എണ്ണ നെറ്റിയിൽ പുരട്ടുകയും തടവുകയും ചെയ്തു. പ്രസിദ്ധ ഉഴിച്ചൽ വിദഗ്ധനായ മമ്മിയോ മാനുണ്ണി പണിക്കരെ കൊണ്ട് എന്നും വൈകുന്നേരം നെറ്റിയിലെ മുഴ തിരുമ്മിക്കുകയും ചെയ്തു. മാനുണ്ണി പണിക്കർ മറ്റു ഔഷധങ്ങളൊന്നും ഉപയോഗിക്കേണ്ടായില്ല. ഗുരുവായൂരപ്പന് ആടിയ എണ്ണ മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഭജനം കഴിയുന്നതിന് മുമ്പ് തന്നെ നെറ്റിയിലെ മുഴയുടെ വലുപ്പം കുറഞ്ഞു തുടങ്ങി. ഭജനത്തിൻ്റെ പരിസമാപ്തിയോടെ അങ്ങനെ ഒരു മുഴ അവിടെ ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു തെളിവുമില്ലാത്തവണ്ണം ആ ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഡോക്ടറുടെ ശസ്ത്രക്രിയ കൊണ്ടുണ്ടായ ഒരു വടു മാത്രം മാഞ്ഞു പോകാതെ അവിടെ കിടന്നു. തൻ്റെ അമ്മയുടെ ഉപദേശം എത്രമാത്രം സ്വാർത്ഥമാണെന്ന് അറിഞ്ഞപ്പോൾ നേതാവിൻ്റെ കണ്ണു നിറഞ്ഞു ഒഴുകി. അദ്ദേഹം തൻ്റെ അമ്മ പ്രാർത്ഥിച്ചതുപോലെ സ്വർണം കൊണ്ടുള്ള മുഴയുണ്ടാക്കി തകിടിന്മേൽ വെച്ചു. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മസ്തിഷ്കം എന്ന് പിന്നീട് വിശേഷിക്കപ്പെട്ട ആ നേതാവ് തൻ്റെ മരണം വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സർവോന്മുഖമായ വളർച്ചയിലും അഭിവൃദ്ധിയിലും തൻ്റെ പാർട്ടി അറിയാതെ നിശബ്ദമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു.